ദേവാലയ ഗാനങ്ങളാൽ കോർത്തിണക്കിയ വോയിസ് ഓഫ് ഗുഡ്നസ്സിലേക്ക് ഇതിന്റെ സീസൺ 3 ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എത്രയെത്ര മനോഹരങ്ങളായ ക്രിസ്തീയ ദേവാലയ ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പല പല കാറ്റഗറിയിലുള്ള ഫാസ്റ്റ് ആയിക്കോട്ടെ, മെലഡി ആയിക്കോട്ടെ, മാതാവിന്റെ ഗാനങ്ങളായിക്കോട്ടെ, അങ്ങനെ ഓരോരോ കാറ്റഗറിയിലുള്ള ഗാനങ്ങളാണ് നമ്മുടെ ഈ വോയിസ് ഓഫ് ഗുഡ്നസ്സിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരുന്നത്. നിങ്ങളുടെ ഇടവകയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരു പക്ഷെ ആ കുട്ടി ആയിരിക്കാം ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആയിട്ട് ഇവിടെ എത്താൻ പോകുന്നത്. നമുക്ക് നോക്കാം അതാരാണെന്ന്. പക്ഷെ അതിനു മുമ്പേ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യണ്ടേ. ഫാദർ പോൾ പൂവത്തിങ്കൽ അച്ഛാ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശ്രീ മനോജ് ജോർജ്, മനോജ് ഏട്ടാ സ്വാഗതം. സിസ്ലി, വോയിസ് ഓഫ് ഗുഡ്നസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലും നമുക്കൊരു വിശിഷ്ട അതിഥിയുണ്ട്. ഡിവൈൻ വിഷൻ ഡയറക്ടർ ഫാദർ ഡർബൻ ഇട്ടിക്കാട്ടിൽ അച്ഛാ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെയാണ് നമുക്ക് വെൽക്കം ചെയ്യാനുള്ളത്. സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും. ഇന്നത്തെ ആദ്യത്തെ ഗാനം പാടാനായിട്ട് അവിടെ ആൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ശരിക്കും വെൽ പ്രാക്ടീസ് ചെയ്തിട്ട് നല്ല കോൺഫിഡൻസ് കൂടി തന്നെയാണ് ആൻ നിൽക്കുന്നത്. എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം. ക്ഷണിക്കാം നമുക്ക് ആനിനെ. വരൂ, ആൻ മരിയ ജോയ്. ഹലോ ആൻ കുട്ടി. ഹായ് മാം. സുഖായിട്ടിരിക്കുന്നോ? സുഖായിട്ടിരിക്കുന്നു. നല്ല ഭംഗിയുള്ള കളറ്, നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. മാതാവിന്റെ പാട്ടാണോ അതോ മെലഡി ആണോ പാടാൻ പോകുന്നത്? ഞാൻ മെലഡിയാണ് പാടുന്നത്. ഓക്കെ, ഇന്നിപ്പോ പിക്ക് ചെയ്തിരിക്കുന്ന മെലഡി മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണോ? അതെ. അപ്പൊ കുറെ നാളായിട്ട് ഒരു പക്ഷെ മോൾക്ക് അറിയുന്ന പാട്ട് തന്നെയായിരിക്കും. ഏതാണത്? ഞാൻ മെലഡി റൗണ്ടില് യേശുവേ നീ എനിക്കായി പാട്ടാണ് പാടുന്നത്. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പാട്ടല്ലേ? അല്ലേ? വളരെ മനോഹരമായ ഒരു പാട്ടാണ്, നല്ലൊരു പാട്ടാണ്. അപ്പൊ അത് എല്ലാവർക്കും ഞാൻ അറിയുന്ന ഒരു പാട്ടുമാണ്. അപ്പൊ മോളുടെ റിസ്ക്കും കുറച്ച് കൂടുതലാണ്, എല്ലാവർക്കും അറിയാം. അപ്പൊ അത്രയും മനോഹരമായിട്ട് ആ പാട്ട് പാടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ മാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
നിരന്തരമിൻ കഴിവിൽ അഹങ്കരിച്ചാശ്രയിച്ചു പലരുടെ സന്മനസാൽ ഉയർന്നതു ഞാൻ മറന്നു അടച്ചൊരു കാട്ടുപോലായി ഹൃദയത്തിൻ വാതിലിന്നും എളിയവർ വന്നിടുമ്പോൾ തിരക്കിന്റെ ഭാവമെന്നും ഈശോ പറയൂ നീ ഞാൻ യോഗ്യയോ യേശുവേ നീ എനിക്കായി ഇത്രയേറെ സ്നേഹമേകാൻ അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ എന്തു കണ്ടു നീ എത്ര ഭംഗിയുള്ളൊരു പാട്ടാണ്, എത്ര കേട്ടാലും മതിയാവാത്തൊരു പാട്ട്. നമ്മളൊരു നന്നായിട്ട് പാടിയെന്ന് തോന്നുന്നില്ലേ? തൃപ്തിയായോ പാടിക്കഴിഞ്ഞിട്ട്? തൃപ്തിയായി. എത്ര നാള് ശരിക്കും ഇപ്പൊ അന്ന് മുതലേ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്? 2 മാസമായിട്ട് 2 മാസമായിട്ടാണ് ഈ പാട്ട് തന്നെ സെലക്ട് ചെയ്ത് ഇതിൽ തന്നെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മാത്രല്ല ഈ 2 മാസമായിട്ടല്ലല്ലോ മോൾ ഈ പാട്ട് പാടുന്നത്, പണ്ടേ അറിയാവുന്ന ഒരു പാട്ടല്ലേ അല്ലേ? അപ്പൊ തെറ്റൊക്കെ വന്നിട്ടുണ്ടോന്നൊന്ന് ചോദിച്ചാലോ? ചോദിക്കാം. പോളച്ച എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? അൻമരിയ ഗംഭീരമായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു അച്ഛാ. അത് നല്ലൊരു ഫീലിംഗ്. ആ പാട്ടിന്റെ ഒരു നല്ല ഭക്തി ഭാവം, എളിമ, വിനയം ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു ആലാപനമായിരുന്നു. കേട്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അത്രയധികം ഒരു ഇൻവോൾവ്മെന്റ് ആൻമരിയ പാട്ടിൽ നടത്തിയിട്ടുള്ള പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. നല്ല ഹൈലി പ്രൊഫഷണൽ സ്റ്റൈൽ സിംഗിങ്. ഒരു റെക്കോർഡ് കേൾക്കുന്ന പോലെയാണ് ഫീലിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഓർക്കസ്ട്ര ഹൈലി പ്രൊഫഷണലായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വോയിസ് ഡൈനാമിക്സ് ഒക്കെ വളരെ മനോഹരമായിട്ട്, സംഗതികളൊക്കെ വളരെയധികം നന്നായിട്ട് ചെയ്യാൻ നോക്കി. പിന്നെ ഓരോ സിലബിളും വളരെയധികം മെഡിറ്റേറ്റീവായിട്ട് പാടി. അത് മറ്റ് ഗായകരിലധികം കാണാത്തൊരു ക്വാളിറ്റിയാണ്. ഓരോ സിലബിളും വളരെ മെഡിറ്റേറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത്, അതിനെയുള്ള ഭാവം എന്ന് പറയുന്നത്. ഇപ്പം സംഗീതത്തിൽ ഭാവം വരുന്നത് ബേസിക്സിൽ നല്ല ഒരു നല്ല ഗ്രൗണ്ടിങ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പ്രൊഫഷണൽ ടെക്നിക്സ് കുറച്ചും കൂടി സ്വായത്തമാക്കാൻ പറ്റുമ്പോഴാണ് ഈ ഭാവം അല്ലെങ്കിൽ എക്സ്പ്രഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അത് മോൾക്ക് വലിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായി ഉയർന്നു പോകട്ടെ. എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ. ആൻമരിയ, യെസ് സർ. മോള് ഈശോയുടെ ഒരു ചോദ്യം ചോദിച്ചല്ലോ ഈ പാട്ടിലൂടെ. ഇത്രയ്ക്ക് സ്നേഹിക്കാൻ എനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്, എന്ത് കണ്ടിട്ടാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്, അതല്ലേ ചോദിച്ചേ? ഞാൻ ഉത്തരം പറയട്ടെ. മോള് എന്താ പറയാ, വളരെ മനോഹരമായിട്ട് ദൈവത്തിനെ സ്തുതിക്കാനായിട്ട് മോൾക്ക് തന്നിട്ടുള്ള കഴിവ് നന്നായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരു കാരണം. ഓക്കെ, അത് മോൾ ഈ പാട്ടിലൂടെ വളരെ ഭംഗിയായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഞാൻ എന്താ പറയുക, വളരെ ഇങ്ങനെ കേട്ട് ഐ വാസ് എൻജോയിങ് യുവർ പെർഫോമൻസ്. ഒരു ജഡ്ജിങ് ആണ് അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം അത്രയും മനോഹരമായിട്ട് പ്രത്യേകിച്ച് ഓരോ ഫ്രേസസും, പിന്നെ അതിൻ്റെ ഓരോ പ്ലാൻസും, പിന്നെ അതിൻ്റെ ഭാവവും, പിന്നെ ദ വേ യു ഓർ എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതെല്ലാം ഇറ്റ് വാസ് കോംപ്ലിമെൻറ്റിങ് ഈച്ച് അത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല. പിന്നെ ഈ പാട്ട് വയലിൻ ജേക്കബ് പുള്ളിയുടെ മനോഹരമായൊരു പാട്ടാണ്. എനിക്ക് ഒത്തിരിയേറെ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണിത്. വലത്തെ ദൗസ് അച്ഛൻ്റെ വരികൾ എത്ര അർത്ഥവത്തായ വരികളാണെന്നറിയാവോ. അതിൽ ഓരോ കാര്യങ്ങളും വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? എനിക്കത് അത്ര ഇഷ്ടമുള്ളൊരു പാട്ടാണ് അത്. എന്തായാലും മോളത് വളരെ മനോഹരമായിട്ട് പാടി.
പിന്നെ അതിൽ പറയാവുന്ന ചെറിയ ചെറിയ ഇതുകളുള്ളൂ, പക്ഷെ അതൊക്കെ നെഗ്ലിജിബിൾ. ഓക്കെ, എന്തായാലും മോൾക്ക് നല്ല ഭാവിയുണ്ട്, നല്ല ദൈവാനുഗ്രഹമുണ്ട്. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. സിസ്ലി. ഹായ് ആൻമരിയ. ഹായ് മാം. നന്നായി പാടി കേട്ടോ. താങ്ക് യു മാം. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സോങ്, നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ ആസ്വദിച്ച് പോകാവുന്നൊരു പാട്ടാണെങ്കിലും ഇതിന് ഒരുപാട് സ്ഥലങ്ങളിൽ പാടാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫ്രേസസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ മോള് നന്നായിട്ട് എക്സ്പ്രസ് ചെയ്ത് പാടി. എന്ന് വെച്ചാൽ അത് കാണാപ്പാടം പഠിച്ച് പാടുകയല്ല, പക്ഷെ അതിനെ ഉൾക്കൊണ്ട് ആ പാട്ട് ഏറ്റെടുത്തുകൊണ്ട് പാടി. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പം അച്ഛൻ പറഞ്ഞാണെങ്കിലും മനോജേട്ടൻ പറഞ്ഞാണെങ്കിലും മോൾ ഇൻവോൾവ് ചെയ്ത് പാടി. അതാണ് നമുക്ക് ഹൃദയത്തിലോട്ട് കയറുക എന്നുള്ളതാണല്ലോ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ഉദ്ദേശം. അപ്പം അത് ശരിയായി കേട്ടോ. ആൻഡ് ബ്യൂട്ടിഫുൾ ലിറിക്സ്. ഈ പാട്ട് തന്നെ വളരെ മനോഹരമാണ്. ഞാൻ എപ്പോഴും പറയും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയി നമ്മൾ എന്തൊക്കെയൊക്കെ ആണെന്ന് തോന്നുമ്പോൾ ഇതിൻ്റെ ആ ഒരു ചരണം ലിറിക്സ് ഉണ്ട്. മോളത് ശ്രദ്ധിച്ചായിരുന്നോ ആ ലിറിക്ക്? അഹങ്കരിച്ചാശ്രയിച്ചു, നിരന്തരം എൻ കഴിവിൽ ഞാൻ അഹങ്കരിച്ചു, അപ്പോൾ വളർന്ന് വന്ന വഴി ഞാൻ മറന്നുപോയി, അപ്പോൾ ഈശോയെ എനിക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളതെന്ന് ചോദിക്കുന്ന ആ അത്ര മനോഹരമായ ലിറിക്സാണ്. അപ്പം ഇത് ചരണം മാത്രം പാടിയാൽ നമുക്ക് ബാക്ക് ടു നോർമലിലേക്ക് വരാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു മെഡിറ്റേറ്റീവ് സോങ് കൂടിയാണിത്. അപ്പോൾ എനിക്ക് തോന്നിയ മോൾ ആ ഹമ്മിങ്സ് വിട്ട് കളഞ്ഞത് എനിക്കൊരു ചെറിയ സങ്കടമായി. ഹമ്മിങ്സും കൂടെ പാടായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത് ഈസി ആയിട്ടുള്ള എന്താ വെച്ചാൽ നമുക്കിങ്ങനെ സ്ഥലം ഇല്ലാതെയോ അല്ലെങ്കിൽ പെട്ടെന്ന് പാട്ട് പാടേണ്ട സ്ഥലങ്ങളോ അങ്ങനെയല്ല. എൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീനാണ് ഹമ്മിങ്സ് വരുന്നത്. അപ്പം അതും കൂടി ഒന്ന് പാടായിരുന്നു. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരോടെങ്കിലും മോളോടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറയായിരുന്നു. അങ്ങനെയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇച്ചിരി ഒരു ഫുൾനെസ് വന്നേനേന്ന് തോന്നി കേട്ടോ. എനിക്ക് ആ ചരണത്തിലുള്ള ആ ഒരു മോള് സുജാത ചേച്ചിയുടെ വേർഷൻ കേട്ടിട്ടാണോ പഠിച്ചത്? ഓക്കെ. ചരണത്തിൽ ഒരു ലൈനിൽ ഒരു ഇച്ചിരി വ്യത്യാസമുള്ളല്ലോ തോന്നി. സന്മനസ്സാൽ പാടുന്ന സ്ഥലമില്ലേ, പലരുടെ അതൊന്ന്. പലരുടെ സന്മനസ്സാൽ. അത് തന്നെയാണോ പ്ലാൻ അവിടെ? പലരുടെ സന്മനസ്സാൽ അങ്ങനെ എന്തോ ഒരു വ്യത്യാസമുള്ള പോലെ എനിക്ക് ചരണവും അനുപല്ലവിയും തമ്മിൽ ഇച്ചിരി വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നി. അതോ അത് അനുപല്ലവിയിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്തോ ഒരു ചെറിയ വ്യത്യാസമുള്ള പോലെ തോന്നി കേട്ടോ. പിന്നെ ഒത്തിരി ഇംപ്രവൈസ് ചെയ്യാനായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു പാട്ടുകൂടിയാണ്. അപ്പോൾ മോള് നന്നായിട്ട് പാടി, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. തദേവ് സച്ചിനെയും വയലിൻ ജേക്കബേട്ടനെയും പ്രത്യേകം ഓർക്കുന്നു ഈ പാട്ടിൽ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. ഇനി നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് ഇന്നത്തെ എപ്പിസോഡില്. നമുക്ക് അച്ഛൻ്റെ അടുത്തും കൂടെ ചോദിക്കാം. അച്ഛാ, എങ്ങനെയുണ്ടായിരുന്നു ആൻമരിയുടെ പാട്ട്? ആൻമരിയ, ഒരുപാട് സന്തോഷം തോന്നി. നല്ല രീതിയിൽ വന്നു പാടുന്ന കണ്ടപ്പോൾ നല്ല കോൺഫിഡൻസോട് ഇരുന്ന് പാടുന്നു. ഈ ഗാനം ആലപിക്കുമ്പോൾ അത് ആലപിക്കുന്ന വ്യക്തിക്കും കേൾക്കുന്ന വ്യക്തിക്കും ഒരേ സമയം മനസ്സിന് സന്തോഷവും സമാധാനവും സ്വസ്ഥതയൊക്കെ നൽകുന്നതാണ്. പ്രത്യേകിച്ച് മോളി ആന്തരിക സൗഖ്യം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? മനസ്സിന് എന്തെങ്കിലുമൊക്കെ വിഷമമൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് മനസ്സിനൊരു ധൈര്യം, ഒരു പ്രത്യാശ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവുകൾ സംഭവിച്ചിരിക്കുമ്പോൾ ഒരു തിരിച്ചു വരവ് ദൈവത്തിലേക്ക്, അതൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് ശാന്തമായിട്ടിരുന്ന് കേൾക്കാൻ പറ്റുന്ന നല്ല ഗാനം. അത് മോള് നല്ല രീതിയിൽ പാടി. മോള് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, അത് ആസ്വദിച്ച് പാടുമ്പോൾ മോൾക്ക് തന്നെ മനസ്സിനൊരു സന്തോഷവും ഒരു സ്വസ്ഥതയൊക്കെ ഫീൽ ചെയ്യും. ഒപ്പം ചെയ്യുന്നത് വലിയൊരു ശുശ്രൂഷയാണ്. ഇത് കേൾക്കുന്നവർക്ക് ശാന്തമായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നിട്ട് ഇതിങ്ങനെ ചെവിയിലേക്ക് ഹെഡ്ഫോണൊക്കെ വെച്ചിട്ടൊന്ന് കേൾക്കുവാണെങ്കിൽ നമ്മുടെ തന്നെ മനസ്സൊന്ന് ശാന്തവും. അപ്പോൾ സത്യത്തിൽ നിങ്ങൾ ഈ ഗാനം ആലപിക്കുന്നവർ ചെയ്യുന്ന വലിയൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ മനസ്സിനെ ഈശോയിലേക്ക് അടുപ്പിക്കുന്നു, ഒപ്പം മറ്റുള്ളവരുടെ മനസ്സിനെയും ഈശോയിലേക്ക് അടുപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. നല്ല രീതിയിൽ അത് ആലപിച്ചു. ഒരുപാട് സന്തോഷം. ഇനിയും കൂടുതൽ മനോഹരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുക. താങ്ക് യു അച്ഛാ. താങ്ക് യു ഫാദർ. ഇനി മാർക്ക്. അന്ന് എത്ര മാർക്കായിരുന്നു? അന്നെനിക്ക് 23.5. 23. ഓക്കെ. ഇന്ന് എന്തായാലും അതിലും കൂടുതലുണ്ടാവും ഇല്ലേ? ഇല്ലേ അച്ഛാ? പോളച്ച എത്ര മാർക്കാണ്? അതിനൊക്കെ കടത്തി വെട്ടി. അതെ, 9 മാർക്ക്. താങ്ക് യു അച്ഛാ. മനോജേട്ടാ. ആൻമരിയ, ആൻമരി ഞങ്ങളെ പാടി സന്തോഷിപ്പിച്ചതിന് 9 മാർക്സ്. താങ്ക് യു സർ. ഓക്കെ. സിസ്ലി,
നയൻ. Thank you, ma'am. വല്ലാത്തൊരു ജമ്പ് ആയി പോയി. 27ലേക്ക് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഒരുപാട് സന്തോഷം. മോൾ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും ഇത്ര അധികം മാർക്ക് സ്കോർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും വലിയതായിട്ട് വീട്ടിൽ പോയിട്ട് മോളുടെ പ്രാക്ടീസിലുള്ള മാറ്റങ്ങൾ അതൊക്കെ വല്ലാണ്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഉവ്വ്. എന്തായിരുന്നു അത്? ഞാൻ ആദ്യം ഇടയ്ക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുള്ളായിരുന്നു. ഞാൻ സ്ഥിരം പ്രാക്ടീസ് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പോയി. അപ്പോൾ സാർ എനിക്ക് കുറേ ഇംപ്രവൈസേഷൻസ് എല്ലാം പറഞ്ഞു തന്നു. സാറാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. വാവ്, ഗ്രേറ്റ്. അപ്പൊ കണ്ടോ, ഇവര് പറയുന്നില്ല എപ്പോഴും നിരന്തരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാജിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ഇന്നിപ്പോ ആൻമേരി ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത്. സാറിന്റെ അടുത്ത് ഓടിച്ചെന്ന് വിളിച്ച് പറയൂ കേട്ടോ, ഇത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. നമുക്ക് അടുത്ത ഗാനവുമായിട്ട് കാണാം. ഓക്കെ ഓക്കെ മാം. ബൈ. കെവിൻ ജീവൻ, ഒരു കൊച്ചു മോൻ, നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട്, എന്ത് രസ കുട്ടികൾ ഇങ്ങനെയൊക്കെ വേഷമൊക്കെ ഇട്ട് വന്ന് നിൽക്കുന്നത് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് കെവിനെ വിളിക്കാം അടുത്ത ഈ പാട്ടിലേക്ക്. വരൂ കെവിൻ. രസമായിട്ട്. ഇത് പോക്കറ്റിൽ കൈയിടാനാണോ അവിടുന്ന് പറഞ്ഞു വിട്ടേ? പോക്കറ്റിൽ ഞാൻ ആദ്യം പോക്കറ്റിലായിരുന്നു, പിന്നൊക്കെ നോക്കുമ്പോ കൈ വിട്ട് പക്ഷെ അവിടുന്ന് ആള് കൈ എടുക്കുന്നില്ല, അവിടെ തന്നെ വെച്ച് വരുന്നുണ്ട്. ഇത് എന്താണ്? മൈക്കിളോട് പറഞ്ഞ വിശേഷങ്ങൾ എന്തൊക്കെയാ? സുഖമാണ്. മോൻ സെക്കൻഡിലോ തേർഡിലോ? ഫോർത്തില്. ഓക്കെ കെവിൻ കുട്ടാ, എന്തൊക്കെയുണ്ട്? പാട്ടൊക്കെ എവിടം വരെ പഠിച്ചു? നന്നായിട്ട് പഠിച്ചു. എല്ലാം പഠിച്ച്. അപ്പൊ മാതാവിന്റെ പാട്ടാണ് പാടാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഇന്നത്തെ മാതാവിന്റെ പാട്ടൊക്കെ ആരാ, അമ്മ പറഞ്ഞു തന്നിട്ടാണോ അതോ സാറ് പറഞ്ഞിട്ടാണോ? എങ്ങനെയാ സെലക്ട് ചെയ്തത്? അത് എൻ്റെ അമ്മയും അപ്പയും അപ്പാപ്പയും അമ്മാമ്മയും എല്ലാരും സെലക്ട് ചെയ്തു. അന്നും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അപ്പാപ്പയൊക്കെ ഭയങ്കര വലിയ ഫാമിലി, ഫുൾ ഭയങ്കര സിംഗേഴ്സ് ആണല്ലേ? അപ്പാപ്പ അമ്മാമ്മ എല്ലാരും ചേർന്ന്. അപ്പൊ അവരും വന്നിട്ടുണ്ടോ ഇന്ന്? എല്ലാരും ഉണ്ട്. ഓക്കെ. അപ്പം കെവിന്റെ ഫസ്റ്റ് എപ്പിസോഡ് മോനെ TV വന്നോ? ഇല്ല, വന്നിട്ടില്ല. അതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് അറിയാത്തത്. കെവിൻ അന്ന് ഇവിടെ ഫസ്റ്റ് എപ്പിസോഡ് നല്ല രസമായിരുന്നു, കെവിന്റെ സംസാര രീതിയൊക്കെ കേൾക്കാൻ. കെവിന്റെ അപ്പാപ്പയും അമ്മാമ്മയൊക്കെ ചേർന്നാണ് പാട്ട് പഠിപ്പിച്ച് വിട്ടത്. ഒരു എന്താ പറയാ, ഒരു സീക്വൻസ് കേൾക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അപ്പൊ എന്തായാലും അവര് പഠിപ്പിച്ച് വിട്ട് ഈ പാട്ടും നന്നായിട്ട് പാടണം കേട്ടോ. പാട്ടിന് ശേഷം കാണാം. ഓക്കെ. ഓക്കെ. സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം
നീർച്ചാറിനരികിൽ ലില്ലി പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ചുടുവേനലിൽ ലബനോന്റെ മണ്ണിലെ പച്ചപ്പു പോലെ ധൂപകലശത്തിൽ പുകയും നറുസുഗന്ധദ്രവ്യം പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം. കെവിൻ കുട്ട, ഇത് അന്നത്തെ പോലെ അപ്പാപ്പൻ മടിയിലിരുത്തിയിട്ടാണ് ഈ പാട്ട് പഠിപ്പിച്ചു തന്നെ? ആ ആണോ? ആ അന്ന് എന്നിട്ട് അന്ന് മോന് കുറെ മാർക്കൊക്കെ കിട്ടി പോയില്ല. അന്ന് എത്ര മാർക്കായിരുന്നു? 27. ഓ 27 മാർക്സ്. എന്നിട്ട് അപ്പാപ്പനാണോ കംപ്ലീറ്റ് ക്രെഡിറ്റ് എടുത്തേ? ആ ആണോ? അന്ന് എന്താ അപ്പാപ്പൻ പറഞ്ഞേ? നല്ല മാർക്ക് മേടിച്ചോണ്ട് വന്നു. അത് ഇന്ന് അന്ന് മാർക്കും കൊണ്ട് ചെന്നപ്പോ എന്താ അപ്പാപ്പൻ പറഞ്ഞു? നല്ല മാർക്കായിരുന്നു. ആ പിന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തു. ആണോ? എന്റെ മോൻ എന്താ വാങ്ങി തന്നേ? ഇത് വാങ്ങി തന്നു. അയ്യോ, അത് വളരെ മോശമായി പോയിട്ട്. അപ്പാപ്പൻ മോനെ മടിയിലിരുത്തി. അപ്പാപ്പൻ പറയാറുണ്ട് ഇവര് അച്ഛനും അമ്മയും ഇവരെല്ലാരും ഭയങ്കര ഗായകനാണ്. അപ്പൊ അപ്പാപ്പനായിട്ട് കംപ്ലീറ്റ് എല്ലാം പഠിപ്പിച്ചത് മാർക്കൊക്കെ വാങ്ങിയിട്ട് ഇനി അപ്പാപ്പനോട് പറയണം ഇന്നും നല്ല മാർക്കും കൊണ്ട് മോൻ പോകുമ്പോ അപ്പാപ്പൻ്റെ അടുത്ത് പറയണം എനിക്ക് എന്തെങ്കിലും വാങ്ങി തരണം എന്ന് പറയണം കേട്ടോ. ഞാനും പറയാം. ഓക്കെ? അപ്പൊ ഇന്ന് എത്ര മാർക്കാണ്? ഇന്നത്തെ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ആരോടാ ചോദിക്കണ്ടേ? മോൻ ചോദിച്ചോ. മോൻ ചോദിച്ചോ. അവരിൽ ആരുടെ അടുത്താ ചോദിക്കണ്ടേ? ആരെങ്കിലും ഒന്ന് പറയൂ, എനിക്ക് നല്ല മാർക്കും തരൂ അല്ലേ? അച്ഛാ പറയൂ. അച്ഛാ, കെവിൻ മോൻ മനോഹരമായിട്ട് പാടി. താങ്ക് യു. നല്ല ഒരു പ്രൊഫഷണൽ ഗായകന്റെ പോലെയാണ് പാടുന്നത്. 4ാം ക്ലാസ്സുകാർ. വലിയൊരു അനുഗ്രഹമല്ലേ തമ്പുരാന്റെ? അതന്നെയല്ലേ, നല്ല പെർഫെക്ഷനോട് കൂടി നല്ല മോഡുലേഷൻസ് ഒക്കെ വേണ്ടിടത്തൊക്കെ കൊടുത്ത് ആ ഒരു ഇന്നസെൻസ് ആ പാട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്, നിറഞ്ഞു നിൽക്കുകയാണ്. പാട്ട് കേട്ടിരിക്കുകയായിരുന്നു, ഞങ്ങളിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. പിന്നെ ചില സ്ഥലത്ത് ഉച്ചാരണമൊക്കെ കുറച്ചൊന്ന് ജ്വലിക്കുന്ന ചില സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊക്കെ. അവൻ വളരെ മനോഹരമായിട്ട് പാടി. നല്ല കഴിവുണ്ട്, നല്ല ടാലൻ്റ് ഉണ്ട്. അതിനോടുള്ളൊരു നീതി പുലർത്തുന്ന രീതിയിൽ തന്നെയാണ് പാടിയിട്ടുള്ളത്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്, ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ. കെവിൻ കുട്ട, എന്തോ കെവിൻ കുട്ടൻ വീണ്ടും ഞങ്ങളെ ഞെട്ടിച്ചല്ലോ.
അതിഗംഭീരായിട്ട് പാടി മോൻ ഈ പാട്ട്. താങ്ക് യു. ഒരു നല്ലൊരു കുട്ടി പ്രൊഫഷണൽ സിംഗർ അവിടെ നിന്ന് പാടില്ലേ, ആ ഒരു പ്രതീതിയായിരുന്നു. ഞങ്ങളിങ്ങനെ കേട്ട് എൻജോയ് ചെയ്യുക. മോനെ ഇതിൻ്റെ ഇടയിൽ വരുന്ന ചെറിയ ചെറിയ ഇംപ്രവൈസേഷൻസൊക്കെ, ചില പ്ലാൻസൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം വരികയായിരുന്നു. ഞങ്ങൾ ഇതിനു മുന്നേ ഇരുന്ന് സംസാരിക്കുകയായിരുന്നേ. കഴിഞ്ഞ തവണ 27 മാർക്ക് കൊണ്ടുപോയ ആളാണ്, ഇന്ന് എന്ത് ബോംബാണാവോ കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മോനൊരു ബോംബ് കൊണ്ടുവന്ന് ഇവിടെ പൊട്ടിച്ചു. വെരി ഗുഡ്. പിന്നെ ഇതൊക്കെ എങ്ങനെ ലിറിക്സൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുന്നത്, ഇത്രയും ഒത്തിരിയേറെ വരികളുണ്ട് അല്ലേ? എത്ര ദിവസമായി പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടത്? അത് ഈ ഓഡീഷൻ ഉള്ള അന്ന് തൊട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത്. ആണല്ലേ? അപ്പാപ്പനാണോ പാട്ട് പഠിപ്പിക്കുന്നത്? അപ്പാപ്പയാണ് പാട്ട് പഠിക്കുന്നത്. എൻ്റെ അമ്മയും അപ്പയും പഠിപ്പിക്കും. അമ്മയും അപ്പനും പഠിപ്പിക്കും. അവരെല്ലാവരും വന്നിട്ടുമുണ്ട്. എല്ലാവരും കാണാൻ വന്നിട്ടുണ്ട്. കാണാൻ വന്നിട്ടുണ്ട്. എന്തൊരു ഭാഗ്യമാണത് അല്ലേ? എല്ലാരും സിംഗേഴ്സാ. അവന്റെ അച്ഛനും അമ്മ, അമ്മൂമ്മ, മുത്തശ്ശൻ, എല്ലാരും ഒരു സിംഗിങ് ഫാമിലിയാണ്. ഒരു വലിയൊരു ഭാഗ്യമാണ് മോൻ. ഈ കാലഘട്ടത്തിലൊക്കെ പാരൻസ് കൂടെ വരിക, അവരിങ്ങനെ സപ്പോർട്ട് ചെയ്യുക. അതിലുപരി ഇപ്പം ഗ്രാൻഡ് പാരൻസ് പോലും വന്നിറക്കുകയാണ്, അവരൊക്കെ മോനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. കാരണം ഈ കാലഘട്ടത്തൊക്കെ പാരൻസ് തന്നെ ചിലപ്പോൾ വരിക എന്നുള്ളത് വളരെ വിരളമാണ്. അവരെ നമുക്ക് കാണുക, അല്ലെങ്കിൽ എന്താ പറയുക, പല സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും, ജോലിക്ക് തിരക്കൊക്കെ ആയിരിക്കാം. പക്ഷെ മോൻ ഭയങ്കര അനുഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ വരുന്ന എല്ലാവരും വളരെ അനുഗ്രഹീതരായ കുട്ടികളാണ്. കാരണം പാരൻസ് വരുന്ന അവരുടെ സപ്പോർട്ടുണ്ട്, അവരെ ഗ്രാൻഡ് പാരൻസിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം മോനെ. ഞങ്ങളിതൊക്കെ എന്താ പറയുക, മോന് നല്ലൊരു ഭാവിയുണ്ട്, നല്ല വോയിസ് ഉണ്ട്, ഈശ്വരത്തിൻ്റെ അനുഗ്രഹം ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം പ്രാക്ടീസ് ചെയ്ത് കീപ്പപ്പ് ചെയ്യണം. ഓക്കെ? ഇനി അടുത്ത തവണ വരുമ്പോൾ മറ്റൊരു ബോംബായിട്ട് വരണം. ഓക്കെ? റെഡി? ഓക്കെ. ഓൾ ദി ബെസ്റ്റ് മോൻ. താങ്ക് യു. സിസ്ലി, എങ്ങനെ പാടി ഇന്ന്? നന്നായി പാടിയോ? പഠിച്ച പോലെയൊക്കെ പാടാൻ പറ്റിയോ? പാടാൻ പറ്റി. നന്നായിട്ട് പാടി കേട്ടോ. രസമായിട്ട് പാടി. ഞാൻ ഡൗട്ട് ചോദിക്കട്ടെ, ഈ ഓർക്കസ്ട്ര ചേട്ടന്മാരുടെ ജാക്കറ്റ് അടിച്ചെടുത്തല്ലേ കയറുന്നതിന് മുമ്പ്? ഇല്ല. മോൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജാക്കറ്റ് ആണോ അത്? ശരിക്കും ഒരു ഡൗട്ട് വന്നോ പെട്ടെന്ന്, ഇവരുടെ ജാക്കറ്റ് എങ്ങാനും ആണോ ഇനി ഞാൻ എടുത്തിട്ട്? നന്നായി പാടി കേട്ടോ. ഗോഡ് ബ്ലെസ് യു മോനെ. ഈ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണോ ഈ പാട്ട് പാടിയെന്ന് ഞങ്ങൾ അതിശയിച്ചിരിക്കുകയാണ്. ശരിക്കും ചേച്ചിയുടെ ഹൃദയം, മനസ്സ്, കണ്ണ് എല്ലാം നിറഞ്ഞു. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ ദാനമാണ് മക്കൾ എന്ന് പറയുന്നത് എത്ര അർത്ഥവത്താണ്. നിങ്ങളെപ്പോലെ പിള്ളേരെ കാണുമ്പോൾ ശരിക്കും കുഞ്ഞുങ്ങളൊരു ബ്ലെസ്സിങ് ആണെന്ന് മനസ്സിലാവുകയാണ് ഇവിടെ ഇരിക്കുമ്പോൾ. അത് നിങ്ങളുടെ ശബ്ദത്തിലൂടെ ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ നേരെ ഹൃദയത്തിലോട്ടാണ് പോകുന്നത്. നമ്മളവിടെ ഒരു ഗിമിക്സും കാണിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറുതെ നിന്ന് പാടുമ്പോൾ തന്നെ നേരെ ഹൃദയത്തിലോട്ടാണ് ആ പാട്ട് കയറുക. എന്തൊരു ബ്ലെസ്സിങ് ആണെന്ന് ഞാൻ ആലോചിക്കായിരുന്നേ. അതുപോലെ ഈ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മോൻ്റെ ആ പാട്ടിനോടുള്ള ഒരു സമീപനം വെച്ചാൽ വളരെ ഈസി ആയിട്ട് നിന്ന് പാടി. അതിൽ ഒരുപാട് ഇംപ്രവൈസേഷൻസ് ഉണ്ട് ഈ പാട്ടിൽ. മോൻ പാടി നിർത്തുന്ന സ്ഥലത്തൊക്കെ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളൊക്കെ മോൻ വിട്ട് കളഞ്ഞില്ല. എന്നെ കൊണ്ട് പറ്റില്ലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇനി തെറ്റിയാലോ, എന്നാൽ പിന്നെ പഴയതുപോലെ തന്നെ പാടാം, അങ്ങനെയല്ല. എല്ലാ മാറ്റമുള്ള കാര്യങ്ങളും മോൻ ട്രൈ ചെയ്തു. ആ ട്രൈ ചെയ്തെല്ലാം നന്നായിട്ട് വിജയിക്കുകയും ചെയ്തു കേട്ടോ. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ പ്രായത്തിലുള്ള പിള്ളേർ അങ്ങനെ ചെയ്യില്ല സാധാരണ. അപ്പം മോൻ ടാലൻറ്റഡ് ആണ്, എന്നുള്ള സപ്പോർട്ടീവ് ഒരു ഫാമിലി ഉണ്ട്, മോന് നല്ലൊരു ബ്ലെസ്സിങ് ഉണ്ട്. അപ്പം നല്ലതായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ തന്നെ പോട്ടെ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഇനി നമുക്ക് അവിടെ നോക്ക്, അവിടെ ഒരു അച്ഛൻ ഇരിക്കുന്ന കണ്ടോ? ആ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ പാട്ട് ഇഷ്ടപ്പെട്ടോന്ന്. പാട്ട് ഇഷ്ടപ്പെട്ടോ? എടാ കെവിനെ, ഇത് എങ്ങനെ സാധിക്കണു? വളരെ മനോഹരമായിട്ട് പാടി. ഈശോ നിനക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട് കേട്ടോ, ഒരുപാട് അനുഗ്രഹം. ഈശോയ്ക്ക് നന്ദി പറയാറുണ്ടോ? ഈശോ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്നതിന് ഏറ്റവും നല്ല രീതിയിൽ നന്ദി പറയാൻ ഒരു എക്സസൈസ് അച്ഛൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. എല്ലാ ദിവസവും വീട്ടില് പ്രാർത്ഥിക്കുന്ന സ്ഥലമില്ലേ, അപ്പൊ അപ്പനും അമ്മയും എല്ലാം കൂടി ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം, അവിടെ പോയി ഈശോയുടെ മുമ്പിലിരുന്ന് ദിവസം ഒരു പാട്ട് പാടണം.
എല്ലാ ദിവസവും ഈശോയുടെ മുമ്പിൽ പോയിരുന്ന് ഒരു പാട്ട് പാടണം. ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഈശോ നിനക്ക് ഒരുപാട് അനുഗ്രഹം തന്നേക്കുമല്ലേ. അപ്പൊ കെവിന് ഈശോയ്ക്ക് നന്ദി പറയാവുന്നതാണ്. ഈശോ തന്ന അനുഗ്രഹത്തെ ഓർത്ത് എല്ലാ ദിവസവും, ഇത് ഇപ്പം മാത്രമല്ല കേട്ടോ, വളർന്ന് വലിയ ആളാവും അല്ലേ, വലിയ ആളാകുമ്പോഴും സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും 5 മിനിറ്റ് മതി ഒരു പാട്ട് ഈശോയുടെ മുന്നിൽ പാടുക വീട്ടില് കേട്ടോ. അച്ഛൻ കെവിനോടൊരു ചോദ്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. കെവിൻ അച്ഛനാകാൻ ചെറിയ താല്പര്യം ഉണ്ടെന്ന് തോന്നണേ. എന്തോ ഒരു ചെറിയ ആഗ്രഹം പോലെയൊക്കെ ഉണ്ടെന്ന മുഖം നോക്കിയിട്ട് എനിക്ക് തോന്നണുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഒരു 20 വർഷം കഴിയുമ്പോഴേ, 20 വർഷം കഴിയുമ്പോൾ അപ്പോൾ ഈ വോയിസ് ഓഫ് ഗുഡ്നസ് ഒന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇതിൻ്റെ വശങ്ങളെല്ലാം മാറും. TV ചാനൽ പോലും വേറെ തലത്തിലാകും. പക്ഷേ ഇതിപ്പോൾ ഇവിടെ പോളച്ചനൊക്കെ ഇരിക്കുന്നില്ലേ, ഒരു പക്ഷെ അതുപോലെ വന്ന് ഒരു മ്യൂസിക് ഷോയിൽ വന്നിരിക്കാനൊക്കെ ദൈവം കെവിനെ ഒരുക്കിയാലോ? ഇഷ്ടമാണോ? ഇഷ്ടം. പ്രാർത്ഥിക്കണം കേട്ടോ. അച്ഛൻ വെറുതെ പറഞ്ഞതല്ല. അച്ഛന് നിന്നിങ്ങനെ നീ ഇന്ന് പഠനം കണ്ടപ്പോൾ അച്ഛന് തോന്നി നീ ഒരു നല്ലൊരു വൈദികനൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നിരുന്ന് ഒരു മ്യൂസിക് ഷോയൊക്കെ ക്രമീകരിച്ച് അത് അനേകരിലേക്ക് എത്തിക്കുന്നൊരു നല്ലൊരു വൈദികനായി തീരണം എന്നൊക്കെ ഒരാഗ്രഹം. നീ പ്രാർത്ഥിച്ചോ? ചിലപ്പോൾ ഈശോ നിനക്കൊരു അനുഗ്രഹം തന്നാലോ? ഇഷ്ടമല്ലേ? ഇഷ്ടം. അപ്പൊ എല്ലാ മംഗളങ്ങളും ആശംസിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫാദർ. എന്താ പറ്റി? അവനൊന്നും മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. എന്തൊക്കെയോ ഇത്. ശരി, നമുക്ക് മാർക്ക് ചോദിക്കാം. ആരോടാ ചോദിക്കണ്ടേ ആദ്യം? പോക്കറ്റിൽ കൊള്ളുന്ന മാർക്കൊക്കെ മതിയോ? ഇല്ല. പിന്നെ ഞാനും എടുക്കട്ടെ, ഒരു ബാഗും എടുക്കട്ടെ. കൊറേ മാർക്ക് കൊണ്ടുപോണ്ടേ? എന്നാ ശരി, ആരോടാ ചോദിക്കണ്ടേ? ആരെങ്കിലും എനിക്ക് മാർക്ക് തരൂ. സിസിലി മാർക്ക് തരൂ. കഴിഞ്ഞ പ്രാവശ്യം എത്രയാന്ന് പറഞ്ഞേ? 9 ആയിരുന്നോ? ഓ, അത്രയും തന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രാവശ്യം ഇത്രയൊക്കെ മതി എന്നൊക്കെ വിചാരിച്ചാലോ? കുറച്ച് കുറയ്ക്കാം. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. കുഴപ്പമുണ്ടെന്ന് പറയാം, ഞാൻ കൂടുതലായിട്ടിരിക്കുന്നേ. എന്നാലും എനിക്ക് അടുത്ത ഡയലോഗ് പറയാൻ പറ്റുള്ളൂ. ഡയലോഗ് മറന്നു. അപ്പൊ കെവിന് ഒട്ടും കുറയ്ക്കുന്നില്ല, 9 മാർക്സ്. താങ്ക് യു. ഓക്കെ, മനോജ് ചേട്ടാ. അച്ഛൻ പറഞ്ഞതുപോലെ ഭാവിയിലെ ഫാദർ കെവിൻ ജീവൻ, ഭാവിയിലെ ഒരു പക്ഷേ മനോഹരമായ പാടും പാതിരി പോലെ, കണ്ടോ, പ്രശസ്തനായ അച്ഛനാണ് പാടും പാതിരി. അതുപോലെ നല്ലൊരു ഗായകനായി തീരാൻ വേണ്ടി എത്ര മാർക്ക് വേണം? 10. നമ്മൾ 10ന്റെ പെട്ടി കൊണ്ടുവന്നിട്ടില്ല. അത് പറ്റൂല. ചോദിച്ചപ്പോ ഞങ്ങള് വേണ്ടത് പറഞ്ഞു. അപ്പൊ പിന്നെ തരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ? ഞങ്ങൾക്ക് ഫുൾ മാർക്കാണ്. കുറച്ചു മുമ്പ് എത്ര തന്നാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. ഇത് വെറുതെ പറഞ്ഞെന്ന് പറ. കൊച്ചങ്ങനെയൊന്നും പറയുന്നില്ല രമ്യ ചേച്ചി. നമ്മൾ ആ 10 മാർക്കിന്റെ ഒരു പെട്ടിയുണ്ട്, അത് റൂമിലിരിക്കുന്നത്. അത് ഇനി അടുത്ത തവണ വരുമ്പോ നമ്മൾ കൊണ്ടുവരും. ഓക്കെ, ഇപ്പോ 9 മാർക്സ്. താങ്ക് യു. പക്ഷെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം 27 മാർക്കായിട്ടല്ലേ വന്നേ. ഇന്ന് ഈ പ്രാവശ്യം കൂടുതൽ എന്നത്തെ പോലെ നന്നായിട്ട് പാടിയില്ലേ? നിങ്ങൾക്ക് അച്ഛനേ ഉള്ളൂ ലാസ്റ്റ് ചോദിക്കാൻ. ഒരു ഇത്തിരി കൂടുതൽ കെവിൻ ചോദിക്കൂ, കുറച്ച് കൂടുതൽ തരൂ. അച്ഛൻ വിചാരിച്ചാലേ ഉള്ളൂ നമുക്ക് കൂടുതൽ കിട്ടുള്ളൂ. അല്ല, ഇതിപ്പോ തരാൻ പോകുന്നതിന് റെക്കോർഡാണ്. ഞങ്ങൾ മറ്റെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും ഇത് റെക്കോർഡാണ് കെവിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്രാവശ്യം എന്തായാലും അപ്പാപ്പയുടെ കയ്യിൽ നിന്ന് സമ്മാനം മേടിക്കണം കേട്ടോ. ഉറപ്പല്ലേ? കെവിന് അത് കുറച്ച് രമ്യ ചേച്ചിക്കും കൊടുത്തോളൂ. നിങ്ങൾക്ക് വേണ്ടേ? അപ്പൊ വേണ്ട, അപ്പൊ എനിക്ക് തരണം കേട്ടോ. കെവിന് 9 മാർക്സ്. അപ്പോ 27 again. സന്തോഷായില്ലേ? താങ്ക് യു ഉറക്കെ പറഞ്ഞേ. താങ്ക് യു. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും മധുരം വാങ്ങി തരാൻ പറയണം കേട്ടോ പാപ്പയുടെ അടുത്ത്. ശരി, അപ്പൊ ശരി മോനെ, പോയിട്ട് വരൂ, കാണാം കേട്ടോ.
എന്ത് രസമാണ് നമ്മുടെ കുട്ടികളുടെ ഈ ഒരു പെർഫോമൻസ് കണ്ടുകൊണ്ടേയിരിക്കാൻ. ഈ പ്രോഗ്രാം ഇപ്പൊ ഒന്ന് തീരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ എന്താ ചെയ്യാൻ, ഇനി ഒരു പാട്ടും കൂടി ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡില്. ആ ഗാനം മത്സരിക്കാനായിട്ട് ഇവിടെ എത്തുന്നത് ആൽഫിയ വി ജോസ് ആണ്. വരൂ. ഹലോ. ഹായ്. നല്ല പിങ്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ട് പാടാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട്. ആണല്ലേ? എനിക്ക് തോന്നിയ വേഷമൊക്കെ ഇട്ട് നല്ല ഭംഗിയുള്ള മാല, കമ്മൽ, ഇതൊക്കെ എവിടുന്ന് വാങ്ങി? അവിടുന്ന് വീട്ടിന്റെ അടുത്തുനിന്ന് വാങ്ങി. ആണോ? അവിടെ ഇതൊക്കെ കിട്ടും? കിട്ടും. അപ്പൊ അവിടെ ഇത് ഡ്രസ്സ് മാത്രല്ല, നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികളെയും കിട്ടും അല്ലേ? കിട്ടും. അപ്പൊ മോള് കേട്ടോ ഇപ്പൊ കെവിൻ വന്ന് പാടിയത്? കെവിൻ എത്ര മാർക്കും കൊണ്ടാ പോയെന്ന് അറിയോ? അറിയില്ലേ? ഇല്ല. ഇപ്പൊ കെവിൻ ഇവിടുന്ന് 27 മാർക്സും കൊണ്ട് പോയി. ആണോ? അപ്പൊ മോളിനി അത്ര നന്നായിട്ട് പാടിയാലേ ജഡ്ജസിന് പോയിട്ട് 9 മാർക്ക് ഇനി നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാൻ പറ്റുള്ളൂ. മോൾക്ക് അന്ന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? അന്ന് 22 ഹാഫ് ഗ്രേസ് മാർക്ക് കൂട്ടി 23 ഹാഫ്. അപ്പൊ അതെന്തിനാ ഗ്രേസ് മാർക്ക് കിട്ടിയെന്ന്? 5Kയുടെ മേളിലായിരുന്നു. എന്തിന്റെ മേലെ? 5Kയുടെ മേളിലായ. ഓ, അതുള്ളത് കൊണ്ട് മോൾക്ക് കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെ 23.5 മാർക്സ് ആണ് വന്നിരിക്കുന്നത്. ഗ്രേസ് മാർക്ക് മോൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശരി, ഇനി ആ ഒരു രീതിയിലൊന്നും നിന്നാ പോരാ, 25-ന് മുകളിലേക്ക് എന്തായാലും വാങ്ങിക്കണം. വാങ്ങിക്കുക. അപ്പൊ ഈ ഒരുങ്ങി വന്ന പോലെ തന്നെ പാട്ടും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആത്മശക്തി ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ആത്മശക്തി ഇറങ്ങി
അന്ന് വന്ന ആളേ അല്ലല്ലോ ഇന്ന്. അന്ന് വന്നു, പാവം മോൾക്ക് കുറച്ച് സിക്കായി, ഇവിടെ സ്റ്റേജിൽ വന്നു കുറെ കരഞ്ഞു, വിഷമിച്ചു, അങ്ങനെയൊക്കെ കുറേ ഇമോഷണലിയൊക്കെ കുറെ ഇതൊക്കെ ആയിട്ടാണ് അന്ന് വന്ന് പാടിയത്. അങ്ങനെ വിഷമിച്ചിട്ടൊക്കെയാണ് അന്ന് 23.5 മാർക്സും കൊണ്ടുപോയത്. ഇന്ന് ആ ആളേ അല്ല, ഉഷാറായിട്ട് നല്ല സ്മാർട്ടായിട്ട് വന്നല്ലോ. താങ്ക് യു മാം. അതെന്താ അതിന്റെ പിന്നിലെ രഹസ്യം എന്താ? പ്രാക്ടീസ് കൂടി അച്ഛൻ പറഞ്ഞതും പ്രാണായാമം എല്ലാം ചെയ്തു. ആണോ? എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നോ? ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് മോളുടെ മുഖത്തും ഇത്ര നല്ലൊരു ഹാപ്പിനെസ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല കോൺഫിഡന്റ് ആയിട്ട് വന്നു, പെർഫോം ചെയ്തു അല്ലേ? ഇനി നമുക്ക് പാട്ടിന്റെ മാർക്കും ജഡ്ജ്മെന്റും കൂടെ നോക്കാം. അച്ഛൻ പറഞ്ഞതുപോലെ പ്രാണായാമം ഒക്കെ ഡെയിലി ചെയ്തിട്ട് വന്നിരിക്കുകയാണ്. റിസൾട്ട് ഇല്ലേ അച്ഛാ? നന്നായിട്ടുണ്ട്. നല്ല സ്ട്രെങ്ത് പാട്ടിലുണ്ടായിരുന്നു. ആൽഫിയയുടെ പാട്ട് നല്ല പവർഫുൾ സിംഗിങ് ആയിരുന്നു. ഒരു നല്ല ഈ എന്താ പറയാ സ്പീഡ് റൗണ്ടിനെ പറ്റിയ ഒരു സെലക്ഷനാണത്. നല്ല കോറസ്, പിന്നെ നല്ല ഹെവി ഓർക്കസ്ട്രയാണ്. നമ്മുടെ ശശിയേട്ടൻ്റെ സോളോ ഒക്കെ വളരെ എടുത്ത് കാണിച്ചിങ്ങോട്ട് ഗിറ്റാർ സോളോ നന്നായിട്ട് പാടി. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ജനറലി വളരെ വളരെ അപ്പീലിംഗ് ആയിരുന്നു സോങ്. വളരെ ഇംപ്രസീവ് ആയിട്ട് നല്ല പ്രസന്റേഷൻ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. കൺഗ്രാജുലേഷൻസ്. ഇനിയും ഇനിയും വിജയങ്ങളിലേക്ക് നീങ്ങട്ടെ, ഉയരങ്ങളിലേക്ക് പോകട്ടെ. ആശംസകൾ. താങ്ക് യു. മനോജ് ചേട്ടാ. ആൽഫിയ, എന്തോ ആൽഫിയ ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. താങ്ക് യു സർ. കഴിഞ്ഞ തവണ ഇവിടുന്ന് പോയി ആ കുട്ടി തന്നെയാണോ ഇത്? അതെ അതെ, ആളെന്നെയാണ്, മാറിയിട്ടൊന്നുമില്ല. ഇല്ല. പക്ഷെ പാട്ടിൽ ഭയങ്കര മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സർ. അതൊരു പവർ പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. വാട്ട് ആൻ എനർജി. ഇതൊക്കെ എവിടെയായിരുന്നു? അച്ഛൻ പറഞ്ഞ പോലെ നന്നായി പ്രാക്ടീസ് ചെയ്തു അല്ലേ? പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു വ്യത്യാസം കണ്ടോ? കണ്ടു. അതാണ്, ആ ദിവസം പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മൾ തന്നെ ഇമ്പ്രൂവ്ഡ് ആവും. എനിക്കൊന്ന് മോള് വളരെ മനോഹരമായിട്ട് പാടിയൊരു വളരെ എനർജി. ഒരു പാട്ടിന് വേണ്ട, പ്രത്യേകിച്ച് ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു പാട്ടാണ്. വളരെ ഫാസ്റ്റ് റൗണ്ടൊക്കെ പാടാൻ പറ്റിയ സെലക്ഷനും, അതുപോലെ ചില സമയത്ത് വളരെ സിമ്പിളായിരിക്കും ചിലപ്പോൾ ഇങ്ങനത്തെ പാട്ടുകളെല്ലാം. പക്ഷെ ഇതിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കാനുണ്ട്. നിങ്ങളുടെ കഴിവൊക്കെ കാണിക്കാൻ പറ്റും. ഹൈ പിച്ചിലേക്ക് പോകുന്നു, പിന്നെ അതിൻ്റെ പ്ലാൻസ് ഒക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ മെലഡി. താങ്ക് യു സർ. യു ആർ വെരി മച്ച് ഇംപ്രസ്ഡ് വിത്ത് യുവർ പെർഫോമൻസ്. താങ്ക് യു സർ. ഇനി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പാടണം. ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഹൈ പിച്ചിലൊക്കെ പോകുമ്പോൾ ചെറിയ നോട്ട്സൊക്കെ അവിടെ ചെറിയ പ്രശ്നങ്ങളൊക്കെയാണ്. അത് ഇനിയും കൂടുതലൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വരും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി. ആൽഫിയ, എന്തോ? ആൽഫിയ വന്ന് നിന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു. ഇത് പഴയ ആൽഫിയ, അന്നൊരു പിങ്ക് കളർ ഡ്രസ്സൊക്കെ ഇട്ടല്ലേ വന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ആൽഫിയ അല്ലല്ലോ ഈ ആൽഫിയ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. പക്ഷെ പാട്ടങ്ങ് തുടങ്ങിയപ്പോൾ ആളുടെ മട്ടും ഭാവവും ഒക്കെ അങ്ങ് മാറി. അതായത് ഒരു ഫാസ്റ്റ് റൗണ്ടിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് മോള് കാണിച്ചു തന്നു. അത്രയ്ക്ക് മനോഹരമായിരുന്നു. നല്ല സെലക്ഷൻ സോങ്, നല്ല കോൺഫിഡൻസ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഒന്നും അല്ല ഇപ്പം. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ തന്നെ ഇതാണെങ്കിൽ ഇനി അടുത്ത സ്റ്റേജുകളിൽ എന്തായിരിക്കും എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. മോള് പ്രിപ്പയർ ചെയ്തു നന്നായിട്ട് ഈ പാട്ട് അല്ലേ? നന്നായിട്ട് പാടി കേട്ടോ. നല്ല കോസ്റ്റ്യൂം, ഈ പാട്ടിന് പറ്റുന്ന രീതിയിലുള്ള പ്രസന്റേഷൻ ആയിരുന്നു കേട്ടോ. ഞാൻ മോളോട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, പറയോ? ഈ പാട്ട് എന്താ കണ്ടന്റ്? എന്താ ഈ പാട്ടിന്റെ? പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനയും പരിശുദ്ധാത്മാവിനോടുള്ള നമ്മുടെ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കാനായിട്ട്. അയ്യോടാ, വെരി നൈസ്, വെരി നൈസ്. പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് എങ്ങനെയാണ് സാധാരണ നമ്മൾ എങ്ങനെയാ സിമ്പിളൈസ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിനെ എന്ത് കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കി തരാം? എന്തോ ഒരു രൂപങ്ങൾ ഉപയോഗിക്കുമല്ലോ, എന്തൊക്കെയാ? വെരി ഗുഡ്. പിന്നെ അഗ്നി
അഗ്നിനാളം. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മോളുടെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണിക്കുന്നുണ്ടായിരുന്നു, പ്രാവിന്റെ രൂപവും തീയും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓവറോൾ ഫീലും ഭയങ്കര സുഖമായിരുന്നു. അപ്പോൾ ബേണിംഗ് ബുഷ് അതൊക്കെ റെഫറൻസ് വെച്ചിട്ടാണ് അഗ്നിനാളം, പിന്നെ പെന്തക്കോസ്ത നാൾ, ഇതിങ്ങനെ ഈ ഹോളി സ്പിരിറ്റുമായിട്ട് കണക്ട് ചെയ്ത എല്ലാ ഏരിയാസും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട് ഈ സോങ്ങിൽ. അപ്പം അത് മോള് ഉൾക്കൊണ്ട് പാടി കേട്ടോ, അത് അറിയാനാ ചേച്ചി ചോദിച്ചു. താങ്ക് യു മാം. ഓൾ ദ ബെസ്റ്റ് മോളെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ആദ്യം മുതലുള്ള എല്ലാ കുട്ടികളുടെയും പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. ദേവൻ അച്ഛൻ്റെ അടുത്തും കൂടെ ചോദിക്കട്ടെ, അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? ആൽഫിയ, എന്തോ ഇപ്പം ഈ എപ്പിസോഡിലെ 3ാമത്തെ പാട്ടാണ് അച്ഛനിരുന്ന് കേൾക്കുന്നത്. അച്ഛനൊരു മടുപ്പും തോന്നിയില്ല. വളരെ സന്തോഷത്തോടെ ഇരുന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും മോള് ചിരിക്കുന്നതനുസരിച്ച് ചിരിക്കുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരെയും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് മോൾക്ക് പറ്റി. താങ്ക് യു അച്ഛാ. ഇങ്ങനെയൊക്കെ പാടിയ പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങി വരാതിരിക്കുവോ? ഇത് നന്നായിട്ട് പാടിയിട്ടുണ്ട്. നല്ല പ്രാർത്ഥനയാ കേട്ടോ, നല്ല പ്രാർത്ഥനയാണ്, നല്ല ഗാനമാണിത്. അപ്പോൾ മുന്നോട്ടുള്ള വഴിയിൽ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ചിടയ്ക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവ് നമുക്ക് ഒരുപാട് കൃപകൾ തരും. നമ്മൾ അധികം മനസ്സിലാകാതെ പോകുന്ന ഒരു കാര്യമാണിത്. പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കും അഭിഷേകത്തിനൊക്കെ വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആൽഫിയയുടെ കഴിവിനപ്പുറത്ത് ഇപ്പം ദൈവം ഒരു കഴിവ് തന്നു വിട്ടിട്ടുണ്ട് അല്ലേ? ആ കഴിവനുസരിച്ച് എന്തുമാത്രം ആൽഫിയ പ്രാക്ടീസ് ചെയ്യുന്നോ അതനുസരിച്ച് മുന്നോട്ട് കയറി പോകാൻ പറ്റും അല്ലേ? പക്ഷെ പരിശുദ്ധാത്മാവിനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ കഴിവിനപ്പുറത്ത് ഒരു അതീന്ദ്രിയമായ ഒരു ശക്തി കൃപയൊക്കെ പരിശുദ്ധാത്മാവ് തരും. ഇപ്പോൾ ആൽഫയ്ക്ക് തന്നെ തോന്നും, ഞാനാണോ ഈ പാടുന്നത്? അപ്പം നമ്മുടെ കഴിവിനപ്പുറത്ത് പാടാനുള്ള ശക്തിയൊക്കെ പരിശുദ്ധാത്മാവ് തരും കേട്ടോ. അപ്പം ഇത് ആൽഫയ്ക്ക് മാത്രമല്ല, ഇപ്പം ഈ വോയിസ് ഓഫ് ഗുഡ്നസിൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ചിന്തിക്കാവുന്ന കാര്യമാണ്. ഓരോരുത്തർക്കും ഓരോ മേഖലയിലാണ് ദൈവവും കൃപ തന്നേക്കണം. കുറച്ച് പേർക്ക് പാട്ട് പാടാനായിരിക്കും, കുറച്ച് പേർക്ക് പ്രസംഗിക്കാനായിരിക്കും, വേറെ കുറച്ച് പേർക്ക് ചിത്രം വരയ്ക്കാനായിരിക്കും, പല രീതിയിലാണ്. അപ്പോൾ നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ ഗൗരവമായിട്ട് എടുക്കാനും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയ ആ കഴിവിനെ കൂടുതൽ ഉദ്ദീപിപ്പിക്കാനുള്ള ശക്തി കിട്ടും. അപ്പോൾ ആൽഫിയെ ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. അച്ഛൻ ഒരുപാട് സന്തോഷമായി കേട്ടോ. നല്ല സുന്ദരിക്കുട്ടിയായിട്ട് നല്ല കളർഫുൾ ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് മുടിയൊക്കെ 2 സൈഡിലേക്കൊക്കെ കെട്ടി മനോഹരമായിരിക്കുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു ഫാദർ. ആൽഫിയക്ക് അന്ന് 22.5 മാർക്സ് പ്ലസ് 1 മാർക്ക് ഗ്രേസ് മാർക്ക്, അങ്ങനെ 23.5 മാർക്സ് ആണ് കിട്ടിയത്. പക്ഷേ ഇന്ന് അതിലും കൂടുതൽ ഞങ്ങൾ കൊണ്ടുപോകും അല്ലേ? പോകുമായിരിക്കും. സിസ്ലി കൊണ്ടുപോകില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ആൽഫിയക്ക് 7.5 ആയിരുന്നു. ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ തരാം. 8 അല്ല, 8.5 അല്ല, 9. സന്തോഷം. ഇത്ര വിചാരിച്ചില്ലേ? ഇല്ല. മനോജ് ചേട്ടാ, ഞാൻ 9 കൊടുത്താൽ അടുത്ത തവണ പാടാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ കൂടുമോ? എന്നാൽ ഞാനൊരു 7 മാർക്സ് തരാനായിട്ട്. വേണ്ട, അതെടുക്കത്തില്ല. ഓക്കെ, എനിക്ക് 2 മാർക്ക് ഞാൻ ഓർക്കസ്ട്രയ്ക്ക് കൊടുക്കുകയാണ്. കാരണം അവരുടെ വളരെ കാര്യമായ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അവർ ഭയങ്കരമായിട്ട് അവർ പ്ലേ ചെയ്തു. എല്ലാ ഗിറ്റാർ സോളോ, അതുപോലെ കീബോർഡ് സോളോ, അവരിങ്ങനെ മാറി മാറി ഇങ്ങനെ എൻകറേജ് ചെയ്യായിരുന്നു. അപ്പോൾ അവർക്കും കുറച്ച് മാർക്ക് കൊടുക്കാം. അവർക്ക് സ്നേഹം കൊടുത്താ പോലെ. അങ്ങനെ 2ഉം ചേർത്ത് 9. അതെ, ആൽഫിയ പ്രാണായാമൊക്കെ കൃത്യമായിട്ട് ചെയ്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തെന്ന് കാണുമ്പോ നല്ലൊരു മാർക്ക് കൊടുക്കാതെ നിവൃത്തിയില്ല. 9 മാർക്ക്. 27 on 30. ആൽഫിയ കുട്ടി ഒരുപാട് ഇനിയും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. ശരിക്കും ഞങ്ങൾ എല്ലാരെയും ഞെട്ടിപ്പിച്ചു. അന്ന് വന്ന് ഇവിടെ കരഞ്ഞ് നിന്ന കുട്ടിയേ അല്ല ഇന്ന്. വാവ്, സൂപ്പർ മോളെ, ഒരുപാട് സന്തോഷം കേട്ടോ. ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇന്ന് വേദിയിലെത്തിയ 3 കണ്ടസ്റ്റൻസും ഭയങ്കര വാശിയേറിയ പെർഫോമൻസ് ആയിരുന്നു. മാത്രമല്ല 3 പേർക്കും കിട്ടിയത് ഒരേ മാർക്കാണ്, 27. ഇങ്ങനെ ഇതുവരേക്കും ഒരു എപ്പിസോഡും പോയിട്ടില്ല. ഇതേപോലെ തന്നെ എല്ലാ എപ്പിസോഡ്സും ഇങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ അടുത്ത് ബൈ പറയണു. അടുത്ത ആഴ്ച കാണാം. ബൈ.
മോള് നന്നായിട്ട് പ്രസന്റ് ചെയ്തു. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ, മോളുടെ ആ ഹമ്മിങ് പാടുമ്പോൾ ഇപ്പോഴും ഒരു വാ തുറക്കാനുള്ള ഒരു ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. ഇച്ചിരിയും കൂടി ഒന്ന് ഓപ്പൺ അപ്പ് ആവണം. പാടുന്നു ജപിക്കുന്നു ജപമാല ഞങ്ങൾ, മക്കൾ തൻ പ്രാർത്ഥന കേൾക്കണമേ. നല്ല പവർഫുൾ വോയിസ് ആണ് സാവിയോടെ. താങ്ക് യു. പ്രത്യേകിച്ച് ഹൈ പിച്ചിലേക്കൊക്കെ പോകുമ്പോൾ നല്ല എനർജി പാട്ടില്ലേ. പക്ഷെ അതേസമയം തന്നെ താഴേക്ക് പോകുമ്പോൾ കുറച്ച് ക്ഷീണം പറ്റുന്നുണ്ട്. ജീവനാമിന്റെ യേശുവേ, ജീവനേകി നീ കാക്കണേ, നീറുമാത്മാവിലാശ വീശണേ. മോൾക്ക് ഒരുപാട് ബ്രത്ത് കൺട്രോളൊക്കെ വേണ്ട ഒരു പാട്ടാണത്. മോള് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാറൊക്കെ ഉണ്ടോ? ചെയ്യാറുണ്ട്. ആണല്ലേ, കർണാട്ടിക് പഠിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. സ്വരമായുയരുക